മട്ടാഞ്ചേരിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. മട്ടാഞ്ചേരി ജെയിൻ ടെമ്പിളിന് സമീപം സ്കൂളിൽ പോകുന്നതിനിടയിലാണ് +1 വിദ്യാർത്ഥിനിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണമേറ്റത്. തുടർന്ന് വീട്ടുകാർ കുട്ടിയെ ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. മട്ടാഞ്ചേരി ജെയിൻ ടെമ്പിളിന് സമീപമാണ് +1 വിദ്യാർത്ഥിനിക്ക് നേരെ ദാരുണമായ സംഭവമുണ്ടായത്. പുല്ലേപ്പടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി രാവിലെ സ്കൂളിൽ പോകാൻ വീട്ടിൽ നിന്നിറങ്ങി ബസ് കയറുവാൻ നടക്കുന്നതിനിടയിലാണ് 3 നായ്ക്കളുടെ കൂട്ടം ആക്രമിക്കാനെത്തിയത്. അതിലൊരു നായ കുട്ടിയുടെ തുടയിൽ കടിക്കുകയും ചെയ്തു. ഭയന്ന് പേടിച്ച കുട്ടി കുടഞ്ഞതുകൊണ്ട് നായ കടിവിട്ടതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് വീട്ടുകാർ കുട്ടിയെ ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ഈ ഭാഗങ്ങളിൽ തെരുവു നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. ഇവിടെ സ്ഥിരമായി പാർക്ക് ചെയ്യുന്ന വണ്ടികളുടെ അടിയിലായിട്ടാണ് ഇവരുടെ താവളമെന്നും ഇവിടെയുള്ളവർ സ്ഥിരമായി ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് ശല്യം വർദ്ധിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. കൊച്ചി കോർപ്പറേഷനിൽ ആശുപത്രിയിൽ പോയാൽ പോലും നായ കടിക്കുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ കൗൺസിൽ കാലത്ത് തെരുവുനായ ശല്യത്തിനെതിരെ നിരവധി പരാതികളാണ് നൽകിയത്. പരിഹാരം വാക്കുകളിൽ മാത്രം ഒതുങ്ങി. ABC പദ്ധതിയും ഷെൽട്ടർ പണിയും വിദഗ്ധ മൊബൈൽ സംഘം അങ്ങനെ പലതും കേട്ടത് മാത്രം. ഹൈക്കോടതി ഉത്തരവിന് പോലും യാതൊരു വിലയുമില്ലായിരുന്നു. ഇപ്പോഴത്തെ പുതിയ കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ അടിയന്തരമായി ഇടപെട്ട് തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.